രജകൻ ഉളിയന്നോർത്തച്ഛനും പിൻവള്ളോ. നമസ്കാരം. ആർദ്രാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പന്തിരുകുലത്തിലെ 12ാമത്തെ സന്തതിയായ വായില കുന്നിലപ്പനെയാണ് ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത്. കാരക്കൽ മാതാ പറയിപെറ്റ പന്തിരുകുലത്തിലെ 12ാമത്തെ സന്തതിയാണ് ശ്രീ വായില കുന്നിലപ്പൻ. വായില കുന്നിലപ്പന്റെ കഥ വളരെ കൗതുകമുണർത്തുന്ന ഒന്നാണ്. മാതൃസ്നേഹത്തിന്റെയും വിധിവിശ്വാസത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ഈ കഥ ഐതിഹ്യമാലയിൽ വിവരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം എന്ന സ്ഥലത്താണ് ശ്രീ വായില കുന്നിലപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വരരുചിയും ഭാര്യ പഞ്ചമിയും ചേർന്ന് നടത്തുന്ന ദീർഘയാത്രക്കിടയിലാണ് കുട്ടികൾ ജനിക്കുന്നത്. 11 കുട്ടികൾ ജനിച്ചപ്പോഴും വരരുചി ഭാര്യയോട് ഒരേ ചോദ്യമാണ് ചോദിച്ചിരുന്നത്: കുട്ടിക്ക് വായുണ്ടോ എന്ന്. ഭാര്യ ഉണ്ട് എന്ന് മറുപടി പറയുമ്പോൾ, വായ തന്നവൻ ഇരയും തരും, കുട്ടിയെ ഇവിടെ ഉപേക്ഷിക്കൂ എന്നാണ് വരരുചി പറഞ്ഞിരുന്നത്. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച വരരുചിക്ക് കുട്ടികളെ വഴിയിൽ ഉപേക്ഷിക്കാൻ മടിയുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു അമ്മയ്ക്ക് തൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങളെ ഒന്നിനു പിറകെ ഒന്നായി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നത് താങ്ങാനാവാത്ത സങ്കടമായിരുന്നു. ഒടുവിൽ 12ാമത്തെ കുട്ടി ജനിച്ചപ്പോൾ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഒട്ടും മനസ്സ് വന്നില്ല. എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ തൻ്റെ കൂടെ വളർത്തണമെന്ന് ആ അമ്മ ആഗ്രഹിച്ചു. പതിവ് പോലെ പ്രസവശേഷം വരരുചി ചോദിച്ചു: കുട്ടിക്ക് വായുണ്ടോ? തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനായി അമ്മ ആദ്യമായി വരരുചിയോട് കള്ളം പറഞ്ഞു: ഇല്ല, കുട്ടിക്ക് വായയില്ല. വായയില്ല എന്ന് കേട്ടപ്പോൾ, എങ്കിൽ വായയില്ലാത്ത കുഞ്ഞിന് ഈശ്വരൻ ഇരയും കൽപ്പിച്ചിട്ടുണ്ടാകില്ല, അതുകൊണ്ട് കുഞ്ഞിനെ ഇവിടെ തന്നെ ഉപേക്ഷിക്കൂ എന്നായിരുന്നു വരരുചി പറഞ്ഞത്. ഭയന്നുപോയ അമ്മ കുഞ്ഞിനെ നോക്കിയപ്പോൾ അതുവരെ വായ ഉണ്ടായിരുന്ന കുഞ്ഞിന്റെ വായ പ്രകൃതിദത്തമായി തന്നെ അടഞ്ഞുപോയിരുന്നു. വായയുടെ സ്ഥാനത്ത് വെറും ചർമ്മം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭക്ഷണവും വെള്ളവുമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ആ കുഞ്ഞിനെ വരരുചി അവിടെയുള്ള മലമുകളിൽ പ്രതിഷ്ഠിച്ചു. വായയില്ലാത്ത ആ കുഞ്ഞ് മനുഷ്യനായി ജീവിച്ചിരുന്നില്ല, പകരം ഒരു ദൈവീക ചൈതന്യമായി മാറി എന്നാണ് വിശ്വാസം. ഈ സങ്കല്പമാണ് വായില കുന്നിലപ്പൻ എന്നറിയപ്പെടുന്നത്. പന്തിരുകുലത്തിൽ പിന്മുറക്കാരില്ലാത്തത് വായില കുന്നിലപ്പന് മാത്രമാണ്. വായില കുന്നിലപ്പൻ ശബ്ദത്തിന്റെയും സംസാരശേഷിയുടെയും ദേവനായി കരുതപ്പെടുന്നു. പറയിപെറ്റ പന്തിരുകുലത്തിലെ 12 മക്കളുടെയും വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. 12 മക്കളുടെയും കഥ കോർത്തിണക്കിയ പന്തിരുകുല ഗാഥ സെപ്റ്റംബർ 20 വൈകിട്ട് 4 മണിക്ക് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. കാരക്കൽ മാതാ കേളുപ്പുകൂറ്റൻ പെരിയ തിരുവരങ്കത്തെഴും പാണനാരും നേരെ നാരായണ ഭ്രാന്തനുമുടൻ അകവൂർച്ചാത്തനും പാക്കനാരും